ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വർഷത്തെ കണ്ണൂർ ജിടെക്കിൻ്റെ ടൂറ് ഇന്ന് പോവുകയാണ്. ഇത്തവണ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വയനാട് തന്നെയാണ്. വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് യാത്ര. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും. അപ്പം 9 മണി, ഇപ്പോൾ സമയം 9 മണി ആവാൻ പോകുന്നു. നമ്മൾ ബസ്സിൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ജിടെക് കണ്ണൂരിൻ്റെ വയനാട് ടൂർ. പ്രമോഷ്, ടൂറിനെ കുറിച്ച് 2 വാക്ക്. ടൂർ നമ്മൾ വളരെ വൈബായി അടിച്ചു പൊളിക്കാൻ പോകുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജിടെക്കിന്ന് സ്റ്റാഫ് ട്രിപ്പ് ഒന്നിച്ച് നമ്മൾ വയനാട്ടിലേക്ക് സുൽത്താൻ ബത്തേരി എന്നുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എന്താണ് സൺബേർഡ് റിസോർട്ടിലേക്കാണ് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ വളരെ വൈബായി അടിച്ചു പൊളിച്ച് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അല്ലേ? അതുവരെ നമ്മൾ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടൊന്നും. ഓക്കെ, ഗുഡ്. അപ്പോൾ നാളെ എന്നിട്ട് സൈഡ് വ്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് മടങ്ങും. ഇന്ന് രാത്രി നമ്മൾ റിസോർട്ടിൽ. നമ്മളത്ര സമയത്ത് പരിപാടി തുടങ്ങി. കാലാവസ്ഥ മാറി, മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല മഴയെന്ന് പറയുന്നത് കേട്ടു. സർ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ എത്തിയതുകൊണ്ട് നമ്മൾ 9 മണിക്ക് തന്നെ ബസ് പുറപ്പെട്ടു.
നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്താനായി. ഇപ്പോൾ കുളകപ്പാറ എന്നുള്ള സ്ഥലത്താണ് ഉച്ചഭക്ഷണത്തിനായിട്ട് നിർത്തിയിരിക്കുക. ഇവിടെയാണ് നമ്മുടെ ഉച്ചഭക്ഷണം. ഫുഡ് കഴിക്കാൻ പോകാം. ഉച്ച ഭക്ഷണം കഴിഞ്ഞു. നല്ല ഭക്ഷണം, 12 കൂട്ടം കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണ് കഴിഞ്ഞു. ഇവിടുന്ന് 100 മീറ്റർ ഉള്ളു നമ്മളുടെ റിസോർട്ടിലേക്ക്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ റിസോർട്ട്, സൺബേർഡ് ഗാർഡൻ റിസോർട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി, റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചത് അവിടെ നിന്നാണ്, അത്രയും ദൂരമുള്ളൂ വരാൻ വേണ്ടിയിട്ട്. സൺബേർഡ് ഗാർഡൻ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. നല്ല വൈബല്ലേ? നല്ല കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് റിസോർട്ടിലേക്ക് നടക്കാം. അപ്പോൾ നമ്മൾ സൺറൈസ് അല്ലേ, സൺബേർഡ് ഗാർഡൻ റിസോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ് പറയേണ്ടത്, മഹിഷി ഉണ്ട്, ധന്യാമിസ് ഉണ്ട്, നമ്മുടെ ധന്യാമിസിന്റെ മോനുണ്ട്. എങ്ങോട്ട് ക്യാമറക്ക് ഒരായി വൈകി. ചെറിയൊരു മഴ കിട്ടിയിട്ടും കേട്ടോ വൈകുന്നേരം. റിസോർട്ടിൻ്റെ മുൻവശം നമ്മൾ എത്തി, ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് റൂംസ് ആണ്. നമ്മൾ ലേഡീസ് ഇവിടെയാണ് താമസം. നമ്മുടെ പൂള്.
ഇവിടെയാണ് 5 പേര്, നമ്മൾ 5 പേര് ഇവിടെ, ബാക്കിയുള്ളവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു വൈബ്, നല്ല കാടിന് നടുവിലുള്ള ഒരു സ്ഥലം. കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നല്ലൊരു മഴ വരുന്ന പോലെയുണ്ട്. പെട്ടെന്ന് മാറി. ഇത്ര വരെ നല്ല വെയിലുണ്ടായിരുന്നു, ഇതൊക്കെ മാറി. നല്ല കൊതുവുണ്ട് ഇവിടെ, കടിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഹായ്, പൂളിലേക്ക് മഴയത്ത് പൂളിലൊരു കുളി. ഹായ്, നമ്മൾ പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞു. റൂമിൽ വന്നിട്ട് വീണ്ടും ഒരു കുളിയും കൂടെ കുളിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളിൽ ക്ലോറിൻ ചേർത്ത വെള്ളമായിരുന്നു. അപ്പം റൂമിൽ വന്നു നന്നായിട്ടൊന്ന് കുളിച്ചു. പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ചായ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. കാരണം നല്ല മഴയായിരുന്നു. പൂളിൽ ഇറങ്ങുന്ന സമയത്ത് അടിപൊളി മഴ. ചെറിയ മിന്നലുണ്ടായിരുന്നു, പേടിച്ചു. പക്ഷേ പെട്ടെന്ന് മിന്നൽ മാറി. ശരിക്ക് എൻജോയ് ചെയ്തു. ആ പൂളിൽ ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മളെ ബിജു മാഷ് ഇതാ അവിടെ കാനൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന. ബിജു മാഷ് എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എടുത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുക. ബിജു മാഷ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്. അതാ പറഞ്ഞത്, പ്രകൃതിയുടെ ആ ശബ്ദം ഇവിടെ വന്ന് നമുക്ക് കേൾക്കാം. കാലാവസ്ഥ പെട്ടെന്നാണ് മാറിയത്. ആ മഴ വന്നു, പെട്ടെന്ന് മഴ മാറി. ഇപ്പോൾ ഇത് വീണ്ടും തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു റിമോട്ട് ഏരിയ ആണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ വാങ്ങിക്കാനോ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കുറേ ദൂരം പോകണം. നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു നോക്കി, പക്ഷേ എന്നിട്ടും അങ്ങനെ ഒരു കടയോ ഒന്നും കണ്ടില്ല. പിന്നെ നൈറ്റിൽ ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലെ ഡാൻസ്, പിന്നെ ഫുഡ്, അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായി. പക്ഷേ എന്നാലും നമ്മളിത് ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. 9 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നിതീഷ് മാഷും കൂടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ പ്രഭു സാർ എവിടെ വരുന്നുണ്ടല്ലേ?
ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സൺബേർഡ് ഗാർഡൻ റിസോർട്ടിൽ നിന്ന് 9:45 ഇറങ്ങി. അതിന് തൊട്ട് കുറച്ച് ദൂരെ മാറിയിട്ടുള്ള ഒരു കാരാപ്പുഴ ഡാം, അതും കൂടെ കണ്ടിട്ട് മടങ്ങാം എന്നുള്ളത് കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു ഡാമിൻ്റെ ഒരു വ്യൂ. മുൻപ് തോന്നുന്ന ഒരു 3-4 വർഷം മുൻപ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ജിടെക്കിൻ്റെ തന്നെ ടൂറായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പം ഇതും കൂടെ കണ്ടിട്ട് നമ്മൾ മടങ്ങും. പെനി കാഴ്ചകൾ കാരാപ്പുഴ ഡാമിൽ നിന്ന്. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 30 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ. 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്. ഇതാണ് എൻട്രൻസ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും നാളെ സ്കൂൾ തുറക്കുന്നതായതുകൊണ്ടും ലാസ്റ്റ് ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല തിരക്കുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോക്കുള്ള തയ്യാറെടുപ്പ്. അപ്പം നമ്മൾ കാരാപ്പുഴ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഡാമൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ, അവിടെ കുറച്ച് റൈഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ പണ്ടൊരിക്കൽ വന്നിരുന്നു, ഓർമ്മ നിങ്ങളുണ്ടോന്ന് അറിയാം. ഞാൻ ഉണ്ടായിരുന്നില്ല, ഒരു 5 വർഷം മുമ്പ് അങ്ങോട്ട് വന്നിന്. ഇവിടെ കുറച്ച് റൈഡ്സ് തുടങ്ങിയിട്ട് നല്ല അടിപൊളി. ഞാൻ അവിടെ ഫ്രണ്ട് കണ്ടു. ഒന്നിൽ കയറണം നമുക്ക് എന്തായാലും. ഷുവർ. നമ്മൾ 5 പേര് സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. 390 ടിക്കറ്റിൻ്റെ ചാർജ്. നമ്മൾ ഇവിടുന്നാണ്, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടുന്ന് നമ്മൾ ജീപ്പിൽ അങ്ങേ എൻഡിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് 1 വേ മാത്രമേ ഉള്ളൂ, അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ജീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരുണ്ട്, ഇവരൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. നെക്സ്റ്റ് നമ്മളാണ് റോപ്പിലേക്ക് സിപ്പ് ലൈനിലേക്ക് പോകാൻ പോണത്. അപ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. ഇല്ലാതില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായാലും കയറും. പ്രാർത്ഥിച്ചോട്ടാ പഠിപ്പിക്കില്ലേ? അയ്യാ എൻ്റെ മോനെ, അടിപൊളി. നല്ല പേടിയാവുന്നുണ്ട്.
നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യം ഒന്ന് നന്നായിട്ട് പേടിച്ചു, പിന്നെ റെഡിയായി. ഉണ്ടായിരുന്നു മിസ്സേ, അടിപൊളിയല്ലേ? സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എടാ അടുത്തത് ഇതിലേക്കാണ്. ഇതാ ടിക്കറ്റ് എടുത്തു, 250 രൂപയാണ്. അങ്ങോട്ട് പോവാം. ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. സ്റ്റാർട്ടായി. വാവ്, ടോപ്പ് എന്നുള്ള വ്യൂ വളരെ മനോഹരമായിട്ടുണ്ട്. പകുതിക്കേ കയറിയിട്ടുള്ളൂ, എന്നും കയറാൻ പോവാ. അടിപൊളി. അയ്യോ അയ്യോ, ഇത് 2-3 ഇത് വല്ലാതെ ഒരു ബുദ്ധിമുട്ടായി. അമ്മോ, വീണ്ടും മുകളിലേക്ക്. അയ്യോ, കണ്ണടച്ചിരുന്ന ഒന്നും പ്രശ്നമില്ല. അയ്യോ, ഇത് വല്ലാതൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. അത് വേറെ ഒരു എക്സ്പീരിയൻസ്. ഇത് വേറൊരു എക്സ്പീരിയൻസ്. ഇനി ഇതിലില്ല. ലഞ്ച് ടൈം. നമ്മുടെ ബിരിയാണി എത്തി. തുടങ്ങി. ഫുഡ് കഴിഞ്ഞു. നമ്മളിനി നേരെ നാട്ടിലേക്ക്. അങ്ങനെ ടൂർ കഴിഞ്ഞു നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം ഈ ഒരു ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.
ബൈ ബൈ ബൈ.